SDPI പിന്തുണ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് അമിത്ഷാ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് SDPI പിന്തുണ പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത്. ഒരു വശത്ത് ബംഗളൂരുവിൽ സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് SDPI കോൺഗ്രസിനെ പിന്തുണച്ചുവെന്ന വാർത്തയാണ് എനിക്ക് ലഭിച്ചത്. ഇത് ശരിയാണെങ്കിൽ കർണാടകയിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് സർക്കാരിന് കീഴിൽ സുരക്ഷിതമായി തുടരാനാകുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. കർണാടകയിലെ രാമനഗരിയിലെ റോഡ് ഷോയിലാണ് അമിത്ഷാ കോൺഗ്രസിനെ വിമർശിച്ചത്. പൗരത്വ നിയമത്തിനെതിരെ ദേശീയ തലത്തിൽ BJPക്കെതിരെ പോരാടുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFനെ പിന്തുണയ്ക്കുമെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. വിഷയം ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആഭ്യന്തരമന്ത്രി വിമർശനവുമായി രംഗത്തെത്തിയത്. കുടുംബ വഴക്ക്. മലപ്പുറത്ത് യുവാവ് ഭാര്യാമാതാവിനെ വെട്ടിക്കൊന്നു. മലപ്പുറം വണ്ടൂരിൽ യുവാവിന്റെ വെട്ടേറ്റ് ഭാര്യാമാതാവിന് ദാരുണാന്ത്യം. ചേന്തംകുളങ്ങരയിൽ വരിച്ചാലിൽ സൽമത്താണ് മരുമകന്റെ വെട്ടേറ്റ് കൊല്ലപ്പെട്ടത്. 52 വയസ്സായിരുന്നു. സംഭവത്തിൽ സൽമത്തിന്റെ മകൾ സജിനയുടെ ഭർത്താവ് കല്ലിടുമ്പ് സമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തലയ്ക്ക് ഗുരുതരമായ വെട്ടേറ്റ സൽമത്ത് തൽക്ഷണം മരിക്കുകയായിരുന്നു. കുടുംബ വഴക്കിനെ തുടർന്നാണ് കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു. മകളെ വെട്ടാൻ ശ്രമിക്കുന്നത് തടയുമ്പോഴാണ് സൽമത്തിന് വെട്ടേറ്റത്. സമീർ നിരന്തരം ഭാര്യയെയും മക്കളെയും അമ്മയെയും ഉപദ്രവിക്കുന്നത് പതിവാണെന്നാണ് വിവരം. ഭാര്യ സജിനയെയും കൊല്ലപ്പെട്ട സൽമത്തിനെയും ഇയാൾ ഉപദ്രവിച്ചതിനെ തുടർന്ന് വണ്ടൂർ പോലീസിൽ ഒന്നിലധികം പരാതികളുണ്ട്. സ്ഥലത്തെത്തിയ വണ്ടൂർ പോലീസ് പ്രതിയായ സമീറിനെ കസ്റ്റഡിയിലെടുത്തു. സൽമത്തിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നിശ ക്ലബിൽ തീപിടുത്തം, 15 പേർക്ക് ദാരുണാന്ത്യം. നിശ ക്ലബിലുണ്ടായ തീപിടുത്തത്തിൽ 15 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ 7 പേരുടെ നില ഗുരുതരമാണ്. തുർക്കിയിലെ ഇസ്താംബൂളിലാണ് സംഭവം നടന്നത്. നവീകരണത്തിനായി ക്ലബ്ബ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. നവീകരണം നടത്തിയിരുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ക്ലബിന്റെ മാനേജർമാരും നവീകരണത്തിന്റെ ചുമതലയുള്ള ഒരാളും ഉൾപ്പെടെ 5 പേരെ ചോദ്യം ചെയ്യുന്നതിനായി അധികൃതർ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. കനത്ത മഴ. മിന്നലേറ്റ് യുവാവിന് ദാരുണാന്ത്യം. എറണാകുളം കോതമംഗലത്ത് മിന്നലേറ്റ് യുവാവിന് ദാരുണാന്ത്യം. ഇന്ന് വൈകിട്ട് വടാട്ടുപാറ പലവൻപടിയിലാണ് സംഭവം. വടാട്ടുപാറ റോക്ക് ഭാഗം ബേസിൽ വർഗീസാണ് ഇടിമിന്നലേറ്റ് മരിച്ചത്. പലവൻപടി പുഴയോരത്തെ മരച്ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് ബേസിലിന് മിന്നലേറ്റത്. മിന്നലിൽ മരത്തിന് തീപിടിച്ചു. ഉടനെ സമീപത്തുണ്ടായിരുന്നവർ ബേസിലിനെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ട് കോതമംഗലം താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാറ്റും മഴയും മിന്നലും ഉണ്ടായിരുന്നു. ബേസിലിന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. വാർഡിൽ ചികിത്സയിൽ കഴിഞ്ഞ രോഗിയെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വാർഡിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രോഗിയെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പൂച്ചാക്കൽ വൈശ്യംപറമ്പിൽ അനിൽകുമാറാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 8:30 കുളിമുറി തുറക്കാത്തതിനെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തി തുറന്നപ്പോഴാണ് കയ്യിലെ ഞരമ്പ് മുറിച്ച് രക്തം വാർന്ന നിലയിൽ അനിൽകുമാറിനെ കണ്ടത്. അമ്പലപ്പുഴ പോലീസ് എത്തി ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കഴിഞ്ഞ 26-നാണ് അനിൽകുമാറിനെ 10ാം വാർഡിൽ പ്രവേശിപ്പിച്ചത്. കടുത്ത പ്രമേഹത്തെ തുടർന്ന് ശരീരമാകസകലം വ്രണവും രൂപപ്പെട്ടിരുന്നു. തിങ്കളാഴ്ച രാവിലെ 8 മുതൽ അനിൽകുമാറിനെ വാർഡിൽ കാണാതായതിനെ തുടർന്ന് ബന്ധു ആലപ്പുഴ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് തെരച്ചിൽ തുടരുന്നതിനിടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്.